ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റും നല്ല ആരെടുത്ത നല്ലൊരു കലത്തപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 10-15 മിനിറ്റ് മാത്രം മതിട്ടോ ഈ ഒരു കലത്തപ്പം തയ്യാറാക്കിയെടുക്കാൻ. സാധാരണ നമ്മൾ അരി അരച്ചിട്ടാണ് കലത്തപ്പം തയ്യാറാക്കൽ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അരിപ്പൊടി ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ അളവുകളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കലത്തപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയൊന്നും കുഴപ്പമില്ല. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് വേണ്ട എടുക്കാൻ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചേർക്കുന്നത് കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കലത്തപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഏലക്ക ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1.25 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ കപ്പില്ലെങ്കിൽ ഗ്ലാസ്സിനാണ് നിങ്ങൾ പൊടിയെടുത്തെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ പൊടിയൊക്കെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിയിലൊക്കെ പറ്റിപ്പിടിക്കും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ശരിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ ചോറൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അതായത് തേങ്ങ നല്ലപോലെ അരഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പം നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ തേങ്ങയൊന്നും ഒരുപാട് അങ്ങ് അരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല ഫൈനായിട്ട് അരക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ബാറ്റർ കുറച്ച് കട്ടിയായിട്ടായിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട് വേണ്ട നമുക്ക് ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ശർക്കരപ്പാനിയും കൂടെ ചേർക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ അത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം തന്നെ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. ഏകദേശം ഇതൊരു 350 ഗ്രാം ശർക്കരയോളം ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കറക്റ്റ് 1/2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് തിളപ്പിച്ച് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര എല്ലാം തന്നെ മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ അതാ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു അരിപ്പയിലൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ അഴുക്കൊന്നുമില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് കട്ടിയാവും. നമ്മൾ തിളച്ച ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാവ് കട്ടിയാകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം. ഇപ്പോൾ അതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കലത്തപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. നമ്മൾ പൊടിയിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളത്തിൽ ശർക്കരപ്പാനിയും റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് അളവാണ്. ഇതേ അളവിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും 1/4 ടീസ്പൂണിൻ്റെ താഴെ മാത്രം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നാലും നല്ലപോലെ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ തിളച്ച ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ആരെടുത്തിട്ട് നമുക്ക് കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഉപ്പും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലപോലെ ഒരു 30-40 സെക്കൻഡോളം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നാലേ അത് നല്ല രീതിയിൽ ഇതിൽ യോജിച്ച് വരുള്ളൂ. അപ്പോൾ കലത്തപ്പത്തിനുള്ള ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലൊരു പാത്രത്തിലാണ് കേട്ടോ കലത്തപ്പം റെഡിയാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു 1/2 കപ്പോളം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം. ഈ ഒരു തേങ്ങാക്കൊത്ത് ഇനി നല്ലപോലെ ഒന്ന് കളർ മാറി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. കലത്തപ്പത്തിനൊക്കെ അത് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇവിടെ ഇഷ്ടമല്ല. അത് കാരണം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല.
അതുപോലെ തന്നെ കറുത്ത എള്ളുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി ഹെൽത്തി ആവും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്ന് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ, അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ. വളരെ കുറച്ച് മാറ്റി വെച്ചാൽ മതി. ഇത് ഞാൻ സിമ്പിളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലരൊക്കെ കൽത്തപ്പത്തിൽ നട്ട്സും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ ഞാനിവിടെ തേങ്ങാക്കൊത്തുനിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കുക്കറിൽ തയ്യാറാക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതായത് തേങ്ങാക്കൊത്തൊക്കെ ഇതുപോലെ വറുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലത്തെ പാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. കുക്കറാണെങ്കിൽ ഒരു 2 മിനിറ്റോളം തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് വെച്ചിരുന്നത് അതൊക്കെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് വശത്തു നിന്നൊക്കെ ബബിളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് അടച്ചു കൊടുക്കാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും കേട്ടോ കുക്കിംഗ് സമയമൊക്കെ. ഒരുപാട് കൂട്ടി കൊടുക്കരുത്, കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് അടച്ച് വെക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മുകളിലൂടെ നോക്കിയാൽ തന്നെ അറിയാം. അതായത് ഇത് ഗ്ലാസിൻ്റെ ലിഡ് ആയതുകൊണ്ട് തന്നെ ഇത് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ അറിയാം കേട്ടോ. ഇത് കുക്കറിലാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഊരിയിട്ട് നല്ലപോലെ ആവി വരുന്ന സമയത്ത് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ അതാ നമ്മുടെ ഒരു കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. മുകൾ വശമൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഉൾവശം കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് 5 മിനിറ്റ് നേരം കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അതാ നമ്മുടെ കലത്തപ്പൊക്കെ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി കലത്തപ്പാണ്. ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല പോലെ തണുത്തതിൻ്റെ ശേഷം മാത്രം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. 1 കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പത്തിലുള്ള കലത്തപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു കലത്തപ്പം കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ്. അരിപ്പൊടി വെച്ചിട്ട് ഇതുവരെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കുക. അളവുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കലത്തപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെയും കലത്തപ്പം തയ്യാറാക്കിയിട്ട് ശരിയാവാത്തവർ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.